എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ മട്ടൻ കുറുമന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനാവശ്യമുള്ള സാധനം 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി അത് കുക്കറിൽ ചേർത്ത് കൊടുക്കുക. കുക്കറിൽ വേവിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിൽ തന്നെ ഞങ്ങൾക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക മൂന്നായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ പൊട്ടാറ്റോ അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിൽ തന്നെ കുരുമുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം. കുരുമുളകും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം 1 കപ്പ് രണ്ടാം തേങ്ങാപ്പാലാണ് ഇത്. അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒരു 5 വിസിൽ ഞങ്ങൾക്ക് വേവിച്ചിട്ട് വെക്കാം. 5 or 6 നിങ്ങളെ കുക്കറിൻ്റെ അനുസരിച്ചിട്ടാണ്. ഞാൻ ഇവിടെ 5 വിസിലാണ് ഇതാക്കിയിട്ടുള്ളത്. അതൊന്ന് സൈഡാക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് 2 ഗ്രാമ്പു, 2 പട്ടൻ, 2 ഏലക്ക, പിന്നെ ഫ്രഷ് കറിവേപ്പില അതും ചേർത്ത് ഒരു 2 വലിയ സവാളയും സ്ലൈസായി ചെയ്ത് അത് ചേർത്ത് ഉപ്പും വീണ്ടും ഉപ്പ്, സവാളക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഞങ്ങൾ മട്ടനിൽ ഉപ്പ് ചേർത്തത് ഓർക്കണം. അപ്പോൾ സവാളക്കുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ ഞങ്ങൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 10 ചെറിയ ഉള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ. അത് നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ. ഇത് വിട്ട് പോരുത് കേട്ടോ. അപ്പം അതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൽ ഞങ്ങൾ തക്കാളി ചേർക്കുന്നില്ല, തക്കാളി ഇല്ലാത്ത കറിയാന്നേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1.5 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കണം, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകാം. അതും ചേർത്ത് ഒരു 5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. 5 പച്ചമുളകും നടുക്ക് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാ കറി വഴറ്റുന്ന പോലെ വഴറ്റി കൊടുക്കാം. ഈ ഒരു ഇതായി കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടൻ ഉണ്ടല്ലോ, അത് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുമ്പോൾ ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴറ്റി വരും. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരിവായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മട്ടനൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് കുരുമുളക് കുറവാന്ന് തോന്നി. അപ്പോൾ ഈ സമയത്ത് കുരുമുളക് ഉപ്പൊന്ന് നോക്കണേ. എനിക്ക് കുരുമുളക് കുറവായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിൽ തന്നെ വലിയ ജീരകപ്പൊടി അത് ഒരു ചെറിയ ടീസ്പൂൺ മതി. കൂടുതലായി പോരുത്, കൂടുതൽ കുത്തലായാൽ വല്ലാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം പിന്നെ ഗരം മസാല അത് 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം വേണ്ടും മസാലപ്പൊടികൾ, വേറെ മസാലപ്പൊടി ഒന്നും വേണ്ട. ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ കാഷ്യൂ പേസ്റ്റാണ് 20 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അത് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുത്തു. നല്ല തിക്കായിട്ടുള്ള നല്ല റിച്ചായ കറി തന്നെ കിട്ടും. നല്ല ടേസ്റ്റാണ് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ. അതൊന്ന് കുറച്ചൊന്ന് ഇങ്ങനെ ബോയിലായി വന്നാൽ ഫസ്റ്റത്തെ തേങ്ങാപ്പാലുണ്ടല്ലോ, 1ാം പാല്, അത് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാഷ്യൂ ഒക്കെ ചേർത്തുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. പിന്നെ എന്നും പറയുന്നത് പോലെ മല്ലിയിലയും കറിവേപ്പിലും നല്ല ലാവിഷായിട്ട് ചേർത്ത് കൊടുത്തോ. അതിൻ്റെ എല്ലാം ടേസ്റ്റ് നല്ല സൂപ്പറായിട്ട് ഉണ്ടാവും. അതിനൊന്നും ഒരു പിഷ്കും വേണ്ട കേട്ടോ. അപ്പം അതും ചേർത്ത് ഞങ്ങളെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് അങ്ങനെ കവർ ചെയ്തിട്ട് എടുത്ത് വെക്കാം. അപ്പം തന്നെ കഴിച്ചാൽ അതിൻ്റെ ഒരു തിക്നെസ് കിട്ടൂല. നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് നല്ല എമ്മി നല്ല റിച്ചായിട്ട് കിട്ടുകയുണ്ടാ. അപ്പം ഞാൻ നെയ്ച്ചോറിനാക്കിയെന്ന് പറഞ്ഞില്ല, നല്ല കോമ്പിനേഷനാണ് നെയ്ച്ചോറും മട്ടൻ കുറുമയും. പിന്നെ ഈ ക്രിസ്മസിന് എല്ലാവരും എൻ്റെ ഈ മട്ടൻ കുറുമ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പത്തിനും പൊറോട്ടക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം ഇൻഷാല്ലാ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ചാനൽ എല്ലാവരും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും ബായ്.